കാല് കുത്തുന്നില്ല, പാവൻ കാല് കുത്തുന്നില്ല, കുത്താൻ പറ്റുന്നില്ല അവന്. അയ്യോ ഇല്ലപ്പ കരയില്ല. ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ആദ്യക്കുട്ടന് കുത്തുകൊള്ളാൻ വേണ്ടി പോവാണ്. 1.5 വയസ്സിന്റെ കുത്തിവെപ്പ് എടുക്കാൻ വേണ്ടി പോവാണ്. പാവം ചിരിച്ചോണ്ടാ പോകുന്നത്. തിരിച്ചു വരുമ്പോ എന്താവോന്ന് അറിയത്തില്ല. ആദ്യം പോയാലോ? ഉണ്ടോ അവിടെ ഇരിപ്പുണ്ടോ? എത്ര എണ്ണം പെറുക്കിയാൽ കുത്തിയിട്ടേക്കുവാ അകത്ത്. കുത്തുകൊള്ളാൻ പോകുന്നതിന്റെ ഒരു ചിരി പാവം വരെ അറിയുന്നുണ്ടോ? ഒരുപാട് വേദന എടുക്കുന്ന ഒരു കുത്ത. ഹലോ ഗൈസ്, ഞങ്ങള് ഹോസ്പിറ്റലിൽ എത്തി. കുത്തൊന്നും കിട്ടിയിട്ടില്ല. അമ്മ ചീട്ടെടുക്കാൻ പോയിട്ടുണ്ട്. അല്ലേ എന്റെ ദൈവമേ, എനിക്ക് വയ്യ. അപ്പൊ അമ്മ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യാണ്. ഞങ്ങളിവിടെ വണ്ടി കൊണ്ട് നിർത്തി. പാവം കുത്തി കിട്ടി കഴിയുമ്പോ എന്തായിരിക്കും അവസ്ഥ അറിയത്തില്ല. കരയോ കുട്ടു? ഉമ്മ. ഞങ്ങള് നല്ല ഡീസന്റ് ആയിട്ട് കുത്തൊക്കെ കൊണ്ടിട്ട് ഇരിക്കുക അല്ലേ? എത്ര കുത്തുണ്ടായിരുന്നു? 2 തുടക്കട്ടാണോ? ഒരെണ്ണം കരിക്കട്ടാ? അയ്യോ, ഒരു തൊടിക്കാനല്ലേ കൊണ്ട്. ആദ്യക്കുട്ടിനെ നടക്കാൻ പറഞ്ഞിട്ട് നടത്തിക്കുവാണ്. നോക്കിയാ മതി, നടത്തിക്കുവാ കേട്ടോ. അവനോട് നല്ലോണം നടത്തിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അവിടെ നടക്കുവാണ്. അങ്ങനെ ഞങ്ങള് വാക്സിനേഷനൊക്കെ കഴിഞ്ഞ് അല്ല ആദ്യ കുഞ്ഞ് കുറച്ച് നടന്ന് വെയിലുണ്ട്, അതുകൊണ്ടാ ഞാൻ പൊത്തി പിടിച്ചേ. വെയിലുള്ളൂ. ഞങ്ങള് പോവാ. അതെ, ഞങ്ങള് പോവാണ്. കുഴപ്പമൊന്നും ഇല്ല, ഇപ്പൊ കുഴപ്പമൊന്നും ഇല്ല. അവൻ അന്നേരം കരഞ്ഞല്ലേ? കിട്ടിയപ്പോ അന്നേരം കുറച്ചു നേരം അയ്യോന്ന് വെച്ചു. 2 കാലയിലും കിട്ടി. 2 കാലയിലല്ല, ഒരു കാലയിലും ഒരു തള്ളവേക്ക് നിക്കാം. അതെ, ഒരു കാലയിലും ഒരു കയ്യേലും. ഒരു കാലയിലും ഒരു കയ്യേലും ഒരു കയ്യേലും അല്ലേ? പിന്നെ 2 എണ്ണം വായിൽ കൂടെ കൊടുത്തു. തുള്ളി മരുന്ന്. നമ്മള് ഇപ്പൊ ഈ വീഡിയോ എടുക്കുന്നത് നമ്മുടെ പുതിയ ഐഫോണിൽ കൂടെയാണ് കേട്ടോ. ഇനി മുതലുള്ള നമ്മുടെ വീഡിയോസ് ഒക്കെ ഇതിലൂടെ ആയിരിക്കും വരാൻ പോകുന്നത്. അപ്പൊ അതിന്റേതായ വ്യത്യാസം വീഡിയോക്ക് ഉണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾ കണ്ടിട്ടുണ്ട്, കാരണം മറ്റേതിനേക്കാളും വ്യത്യാസമുണ്ട്. മറ്റേത് നമ്മൾ കരിഞ്ഞിരുന്ന നമ്മളാണ്. ഇപ്പൊ ഒരുപാട് മാറ്റമൊക്കെ വന്നിട്ടുണ്ട്. ഞങ്ങൾ നേരിട്ട് കണ്ടു കഴിഞ്ഞാൽ ഒന്നിനും കൊള്ളത്തില്ലെങ്കിലും ഫോണിൽ കൂടെ എങ്കിലും ഇത് കണ്ടിട്ടേ എനിക്ക് എല്ലാവർക്കും ഒരു വലിപ്പം വെച്ച പോലെ തോന്നുന്നു. എല്ലാവർക്കും വലിപ്പം വെച്ചതല്ല, അതാ ക്യാമറയുടെ വ്യത്യാസമാണ്. നല്ലൊരു ഉരുണ്ടല്ലേ കാണിക്കുന്നത്, മറ്റേമാര് നീണ്ട് കാണിക്കുമായിരുന്നു. അപ്പൊ അതിന്റെ ഒരു വ്യത്യാസം. അതെ. പിന്നെ വേറെ വ്യത്യാസമൊന്നുമില്ല, നമുക്ക് വേറെ വ്യത്യാസമൊന്നും വന്നിട്ടില്ലല്ലോ. ഇന്നലെ കണ്ട വീഡിയോയും ഇന്ന് കണ്ട വീഡിയോയും പെട്ടെന്നൊരു ദിവസം തടി വെക്കുകയല്ലോ. ഇല്ല. അതെ. അപ്പം നമുക്ക് ബാക്കി കാര്യങ്ങൾ വണ്ടി കയറിട്ടോ. അപ്പൊ ഞങ്ങള് വാക്സിനേഷൻ ഒക്കെ കഴിഞ്ഞ് തിരിച്ചു പോവാണ്. ആദ്യക്കുഞ്ഞ് ഹാപ്പിയാണ്, കുഴപ്പമൊന്നുമില്ല ഇപ്പൊ അല്ലേ? കുറച്ച് കഴിയുമ്പോഴാ വേദന തുടങ്ങുവാന്നാ പറഞ്ഞേ. അപ്പൊ നല്ലോണം നടത്തിക്കണം. അതോടെ കളിയാക്കി ചിരിക്കാം. നിങ്ങൾ എന്തിനാ കൊണ്ടുവന്ന്? കുത്തൊന്നും എനിക്കൊരു പ്രശ്നമല്ല അല്ലേ? വെക്കാം, പാട്ട് വെക്കാൻ. പാട്ട് വെക്കാനാ വെക്കാടാ കുട്ട, വെക്കാം. ഒരു മിനിറ്റ്, ഒറ്റ മിനിറ്റ്. വാക്സിന് വായിൽ കൂടെ കൊടുത്തു. അതെ, അത്രേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ നല്ലോണം നടത്തിക്കണം എന്ന് പറഞ്ഞു. പിന്നെ ഇറക്കമുള്ള പാന്റ് ഇടണമെന്ന് പറഞ്ഞു, പൊടിയൊന്നും പറ്റാതിരിക്കാന്. കാലേ പൊടി പറ്റാതിരിക്കാനായിട്ട്, കാലയില് കുത്തിവെച്ച ഭാഗത്തൊന്നും പറ്റാതിരിക്കാൻ. പിന്നെ അടുത്ത ഞായറാഴ്ച പോളിയോ കൊടുക്കാൻ വരാൻ പറഞ്ഞു. 6 മാസം കഴിഞ്ഞ് കഴിയുമ്പോ വൈറ്റമിനെ കൊടുക്കാൻ വേണ്ടി വരാൻ പറഞ്ഞു. പിന്നെ വൈറ്റമിൻ എയുടെ സിറപ്പും പാരസെറ്റമോൾ സിറപ്പൊക്കെ തന്നു വിട്ടിട്ടുണ്ട്. അപ്പോ അങ്ങനെയൊക്കെ. അപ്പൊ ഇത്രേ ഉള്ളൂ നമ്മുടെ വാക്സിനേഷൻ വിശേഷങ്ങൾ. എന്തായാലും വാക്സിനേഷൻ ഇതുവരെ കുഴപ്പമൊന്നുമില്ല. പനി പിടിക്കും എന്ന് തോന്നുന്നു, അറിയത്തില്ല. ചിലപ്പോ പനി പിടിക്കായിരിക്കും, പറയാൻ പറ്റിയല്ല. അപ്പൊ എന്തായാലും നമുക്ക് ഒരു വൈൻഡപ്പ് പറഞ്ഞ സുട്ടു, ഒരു വൈൻഡപ്പ് പോകടാ. ടാറ്റ ഉമ്മ പോകടാ. ബൈ ഉമ്മ. ഓക്കെ. ഹലോ, എല്ലാവർക്കും നമസ്കാരം. ആദിക്കുഞ്ഞിന് നല്ല പനിയാണ്. ഒരു 2 മണിക്കൂറായിട്ട് ആദിക്ക് ഭയങ്കര പനിയായിരുന്നു. പാവം ഇപ്പം എഴുന്നേറ്റെന്നിരിക്കുന്ന ഭാഗമാണ് നമ്മുടെ വാക്സിനേഷൻ്റെ എഫക്റ്റാണ് കേട്ടോ. കാലവൻ നിലത്ത് കുത്തുന്നില്ല, നടക്കുന്നില്ല. അവൻ ഇറക്കി വിടുമ്പോഴത്തേക്കും അവൻ കരയാണ്. ഇപ്പൊ ഫോൺ എടുത്ത് പിടിച്ചപ്പോഴാണ് പാവം ഒന്ന് ചിരിക്കുന്നത്. ആദ്യ കുഞ്ഞെ ഒന്ന് നടന്ന് കാണിച്ച്, ഫോൺ എന്നാ പിടിച്ചു. എന്നാ
എന്നാ ഫോൺ എന്നാ വാ എണീറ്റ് വാ. അവന് ഫോൺ വേണ്ട. സത്യം പറഞ്ഞാൽ അവൻ എന്താ അവന് ഇഷ്ടമുള്ള എല്ലാ സാധനവും കൊടുത്തിട്ട് അവൻ ഒന്നും വേണ്ട. അവന്റെ മടിയിൽ നിന്ന് ഇറങ്ങുന്നില്ല. കാലവൻ നിലത്ത് തൊടാൻ സമ്മതിക്കുന്നില്ല. ഇപ്പോഴാണ് അവളവിടെ പോയി ഇരുന്നപ്പോൾ ഒന്ന് കളിക്കുന്ന പാവം. ഒരു 2-3 മണിക്കൂറായിട്ട് ഭയങ്കര കരച്ചിലാണ്. നിർത്താതെ കരയായിരുന്നു. ആരെടുത്താലും കരയാണ്. ആരുടെയും കൊടുത്തി പോകുന്നില്ല. അമ്മയുടെ കൊടുത്തി മാത്രമേ പോവുള്ളൂ. ഒന്ന് ഉച്ചയ്ക്ക് ഭക്ഷണമൊന്നും കഴിച്ചിട്ടില്ല. മുഴുവൻ പട്ടിണിയാണ്. രാവിലെ ഇച്ചിരി കഴിച്ചതാണ്. കുത്തി കെട്ടി കഴിഞ്ഞ് കൊച്ചൊന്നും കഴിച്ചിട്ടില്ല. ആകെ കഴിച്ചത് പാരസെറ്റാമോളിന്റെ സിറപ്പ് അല്ലേ ആദി? പാവം ചിരിക്കുക കേട്ടോ. അപ്പൊ വൈകുന്നേരമായി, സമയം 7 മണിയാവാറായി. രാത്രിയിൽ ഇനി എന്താ അടുത്ത സിറപ്പ് കൊടുക്കാൻ സമയം. രാത്രിയിൽ ഇനി എന്താവും എന്നറിയില്ല. ആദിയേ ഫോൺ എടുത്ത് വെച്ച് വീഡിയോ എടുക്കുന്നതുകൊണ്ടാ പാവം ചിരിക്കുന്നത്. അല്ലെങ്കിൽ ചിരിയില്ല, ഒന്നുമില്ല. ആദി കുഞ്ഞെ വീഡിയോയിലൊരു വൈൻഡപ്പ് പറയാം. ആദി കുഞ്ഞെ ടാറ്റ ഉമ്മ പറഞ്ഞേ. ആ എന്റെ പൊന്നെ ഒട്ടും വയ്യ കേട്ടോ ഇന്ന്. വയ്യെന്നല്ല, അവൻ ഇപ്പോഴാ ഒന്ന് ചിരിക്കുന്നത്. പക്ഷെ ഇനി രാത്രി പനി കൂടുവോ വേദന ഉണ്ടാവുമോ എന്നൊന്നും അറിയത്തില്ല. ഒന്നും കഴിച്ചിട്ടില്ല ഇതുവരെ. ആദിയെ ഒന്ന് എഴുന്നേറ്റ് വന്നേ. ബാ ഒന്ന് എണീറ്റ് വന്നേ നോക്കട്ടെ. എണീറ്റ് വരാവോ? ആ വണ്ടി വരുന്ന ഒച്ച കേട്ടിട്ട് നോക്കുന്ന. ആദിയെ ആദി ഒന്ന് എഴുന്നേറ്റ് വരാവോ? ഒന്ന് എണീറ്റ് നിന്നേ. അമ്മ എണീറ്റ് നിർത്തും കൊച്ചിനെ. ഒന്ന് നിന്നേ. ഓടി കളിച്ച് ബാ. ഐരി ഒന്ന് ഇറങ്ങി നടന്നേ. പയ്യെ നടക്ക് പയ്യെ. കാല് കുത്തുന്നില്ല. പാവൻ കാല് കുത്തുന്നില്ല. കുത്താൻ പറ്റുന്നില്ല അവന്. അയ്യോ ഇല്ലപ്പ കരയില്ലേ. ഒട്ടും കുത്തുന്നില്ലല്ലേ. വാ ഇങ്ങേറ്റ് വാ. അവിടെ ഇരുന്നോണ്ട് ചിരിക്കുക. നൈറ്റ് വന്നേ കുഞ്ഞ്. അപ്പൊ നമുക്ക് വേദനയൊക്കെ മാറിയിട്ട് നാളെ നമുക്ക് വീഡിയോ ചെയ്യാം കേട്ടോ. എല്ലാവരോടും ടാറ്റാ ബൈ. ഉമ്മ പറഞ്ഞേ ടാറ്റാ. ഉമ്മ ഒരു മേർ തന്നേ. ഉമ്മ ഒന്നൂടെ പറഞ്ഞേ ടാറ്റ തന്നേ. ടാറ്റ താ. ആ ഉമ്മ